ഒരു വാചകം ഞാൻ പറയാം, ഇത് നമ്മൾ കുറച്ചായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. തിരുവനന്തപുരത്തിൽ BJP പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. അവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2024 ഈ 4ാം തവണ വിജയം നേരിയപ്പോഴും കൂടി നഗരത്തിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ കണ്ടൊരു വാർണിംഗ് സിഗ്നൽ ഞാൻ അപ്പോഴേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. നമ്മൾക്ക് നമ്മളുടെ പ്രവർത്തനത്തിൽ ചില കുറവ് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഓരോരോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടാവാം. അതിനെ നമ്മൾ ഈ 1.5 വർഷത്തിൽ മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പോലെ നഗരത്തിൽ BJPക്ക് സപ്പോർട്ട് കൊടുത്തു. നേരെ മറിച്ച് നമുക്ക് ഗ്രാമദേശത്തിലും തീരദേശത്തിലും ഒക്കെ നമ്മൾ ശക്തമായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മൊത്തത്തിൽ പോയി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നഗരം ഈ തവണ BJP ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പ്രചരണത്തിൽ ഞാൻ ആവശ്യപ്പെട്ട എല്ലാവരും മാറ്റത്തിൻ്റെ സമയമായി. 45 വർഷം ഈ നഗരത്തെ നയിച്ചത് ശരിയല്ല. നമ്മൾക്ക് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് ഈ നഗരത്തിൽ. അതിനെ ശരിയാക്കാൻ മാറ്റം കൊണ്ടുവരും. ഞാൻ ആഗ്രഹിച്ചത് നമ്മളുടെ ശബരിനാഥനെ പോലെ യുവ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടത്. അതിൻ്റെ പകരം ജനങ്ങൾ വേറൊരു പാർട്ടിക്ക് അവസരം കൊടുത്തു. പക്ഷേ ജനങ്ങളുടെ ആവശ്യം മൊത്തത്തിൽ മാറ്റം തന്നെ ആയിരുന്നു. അതും മനസ്സിൽ വെക്കണം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വോട്ടർ പെർസെൻറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3-4 ഇലക്ഷനിങ്ങാട് കൂടുതൽ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ അത്രത്തോളം മടുത്തു ഈ സർക്കാരിൻ്റെ നഗരസഭ ഭരണം കണ്ടിട്ട്. അതുകൊണ്ട് അവർക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. ആ മാറ്റത്തിനെ വിലയിരുത്താൻ സാധിച്ച് നല്ലോണം പ്രചരണം ചെയ്ത് എല്ലാ വാതിലും പോയി മുട്ടി വോട്ട് വാങ്ങിയത് BJP ആയിരുന്നു ഈ തവണ. അതിൻ്റെ അർത്ഥമല്ല ഐഡിയോളജിയോ വേറെ വല്ല കാര്യത്തിൽ വേറെ വല്ല വിഷയം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾക്ക് മാറ്റം ആവശ്യമുണ്ടായിരുന്നു. ആ മാറ്റത്തിൽ വോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്ത പാർട്ടി മറ്റേ പാർട്ടിയാണ്, നമ്മളുടെ അല്ല. പക്ഷേ ഈ മാറ്റത്തിനും ഈ നഗരത്തെ നന്നാക്കാനും ഞങ്ങളും ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ UDFിനകത്തുണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ചില്ല താങ്കൾ? അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയുടെ അകത്തിരുന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ എത്രയായി കേൾക്കുന്നു, എനിക്കതൊന്നും കേൾക്കാൻ ആവശ്യമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പേ എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് എഴുതി പുസ്തകങ്ങളൊക്കെ എഴുതിയ വ്യക്തിയാണ്. നിങ്ങൾക്ക് നല്ലോണം അറിയാം എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വിശ്വാസങ്ങളും എന്താണെന്ന്. അപ്പോൾ ആൾക്കാർ പറഞ്ഞോട്ടെ, ഇത് രാഷ്ട്രീയമല്ലേ, നിങ്ങൾക്ക് അതല്ലേ കേട്ട് ഉപയോഗിക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ആൾക്കാർക്ക് ഞാൻ എഴുതിയത് വായിക്കാനോ ഞാൻ ട്വീറ്റ് ചെയ്തവനോ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത് വായിക്കാനുള്ള ക്ഷമയില്ല. എല്ലാവരും ഓരോരോ ഹെഡ്ലൈൻ നോക്കിയിട്ടാണ് അവർ അഭിപ്രായങ്ങൾ പറയണത്. നേരെ മറിച്ച് ഞാൻ എന്താ ശരിക്കും പറഞ്ഞിരിക്കുന്നത്, ശരിക്കും എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കിയാൽ ഈ വിമർശനത്തിന് ഒരു അടിസ്ഥാനമില്ല എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ കാലത്ത് വായിക്കാൻ ആരാ ഉള്ളത്? ഒരു എഴുത്തുകാരൻ്റെ വലിയൊരു പരാതി തന്നെയാണ്, വായിക്കാൻ ആളില്ല. എല്ലാവരും ഹെഡ്ലൈൻ മാത്രമേ വായിക്കുന്നുള്ളൂ. നന്ദി.